മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പ്രഭാതകാലേ വന്നടിയൻ നിൻ പ്രഭാവത്തിൻ മുന്നിൽ വണങ്ങിടുന്നേ, പ്രഭോ സമ്പൂർണമായി സമർപ്പിക്കുന്നേതിൻ കൃപയാൽ എന്നെ നിറച്ചിടുകേ. കരുണാസാഗരമേ നിൻ കരുതൽ ഓരോ നിമിഷവും അനുഭവിപ്പാൻ തിരുഹിതമായി തീർന്നതിനാൽ തിരുമേനിയെ സ്തുതിച്ചിടുന്നേ. തിരുഹിതമായി തീർന്നതിനാൽ തിരുമേനിയെ സ്തുതിച്ചിടുന്നേ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ TG മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രമിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ 52 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-2 അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായം 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും അല്പമായുള്ള വിചിന്തനം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് അതിൻ്റെ 18-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആത്മീയ ആലോചനകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. 18-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇവിടെ നാം കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ 17-ാം വാക്യം വായിച്ച് അതിൽ നിന്നും നാം ചിന്തിക്കുകയുണ്ടായി. 17-ാം വാക്യത്തിൽ ലവോദിക്യ സഭ അവരെക്കുറിച്ച് തന്നെ പറയുന്ന കാര്യങ്ങളാണ് നമുക്കവിടെ നാം കണ്ടത്. ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല, ഇങ്ങനെ അവകാശവാദം പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കർത്താവ് അവരുടെ ഉള്ള അവസ്ഥ അവിടെ വെളിപ്പെടുത്തുകയാണ്. കർത്താവ് എന്താ പറയുന്നത്? നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ്. അപ്പോൾ നിന്റെ അവസ്ഥ ഇതാണ്. നീ ലോകപ്രകാരം വളരെ സമ്പത്ത് നിനക്കുണ്ടായിരിക്കാം, എന്നാൽ ആത്മീകമായി നീ വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് എന്നുള്ളത് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് കർത്താവ് ഈ 18-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. 18-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ദൈവം അവർക്ക് ഒരു അവസരം കൂടെ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അവർ മടങ്ങി വരുന്നതിന് വേണ്ടി, അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ മടങ്ങി വരുന്നതിന് വേണ്ടി ഒരവസരം കൂടെ ദൈവം നൽകി കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് കർത്താവ് ചില ഉപദേശ സത്യങ്ങളെ അവിടെ പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചും ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും ഇതേ അവസ്ഥയിൽ നമ്മളായി തീരാറുണ്ട്. ആ സമയത്തൊക്കെയും കർത്താവ് നമുക്ക് അവസരങ്ങളെ തരും. നമുക്ക് അവസരങ്ങളെ തരുമ്പോൾ അത് മനസ്സിലാക്കി നാം മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. നാം മടങ്ങി വരണമെങ്കിൽ ദൈവവചനത്തിലേക്ക് തിരിയണം. ദൈവവചനം എന്ത് പറയുന്നു, കർത്താവ് നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്, ഇത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു മടങ്ങിവര ഉണ്ടാകുകയുള്ളൂ. അതാണ് ഇവിടെയും ഓർപ്പിക്കുന്നത്. അപ്പോൾ ലവോദിക്കയിലുള്ള വിശ്വാസികളോട് സഭാകാന്തനായ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്ന കാര്യം, നിങ്ങൾ മടങ്ങി വരണം, നിങ്ങൾ ആത്മീയ അന്ധത പ്രാപിച്ച് ആയിരിക്കുന്നവരാണ്. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് നമ്മെ നേടുവാൻ തക്കവണ്ണം വലിയൊരു വില കൊടുത്തു. അപ്പോൾ നാമും ഈ ലോകത്തിൽ അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടവരാണ്. നമുക്ക് ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന നിലയിൽ വളരെ സ്മൂത്തായിട്ട് പോവുകയില്ല. വളരെ ത്യാഗം മനോഭാവത്തോടുകൂടെ മുന്നോട്ട് നാം പോകേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്:
വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോകുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഉപദേശത്താൽ മനസ്സ് ഉറപ്പിച്ച് മുന്നോട്ട് പോകണം. അതാണ് ദൈവവചനം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം ആത്മീയമായി സമ്പന്നരാകണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് അവിടെ 3 കാര്യങ്ങൾ കർത്താവ് എടുത്തു പറയുന്നതായിട്ട് നാം കാണുന്നു. കർത്താവിനോട് വിലയ്ക്ക് വാങ്ങേണ്ടതായ 3 കാര്യങ്ങൾ. 1, തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. അവിടെ പറയുകയാണ്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങണം. ലോകത്തിൽ എന്തും വാങ്ങുവാൻ ധനശേഷിയുള്ളവരാണ് ലവോദിക്കയിലുള്ള വിശ്വാസികൾ. എന്നാൽ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്, അവർക്ക് ആവശ്യമുള്ള കാര്യം അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അഥവാ ആത്മീയമായി അവർക്ക് യാതൊരു സമ്പന്നതയും പറയുവാൻ ഇല്ല. അതുകൊണ്ട് അവർ ചെയ്യേണ്ട കാര്യം, 1, അവർ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങണം. പൊന്ന് നമുക്കറിയാം ദൈവിക നീതിയെയും ദൈവത്തിൻ്റെ വിശുദ്ധിയെയും കുറിക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവിക നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയത്. ആകയാൽ കർത്താവിനോട് നാം വിലയ്ക്ക് വാങ്ങണം, ആ കർത്താവിനോട് നാം ചേർന്നിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ നീതിയും വിശുദ്ധിയും കർത്താവിൻ്റെ ഗുണവിശേഷങ്ങളാണ്. അത് നാം കർത്താവിനോട് ചേർന്നിരുന്ന് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത്. മാത്രമല്ല, പൊന്ന് അതിൻ്റെ യഥാർത്ഥ ശോഭ വെളിപ്പെടണമെങ്കിൽ തീയിൽ കൂടെ കടത്തിവിട്ട് അതിലെ കീടങ്ങൾ നീക്കി ശുദ്ധീകരിക്കപ്പെടണം. ഇത് വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ കൂടെ കടന്നുപോയെങ്കിലേ ആ യഥാർത്ഥ പൊന്നിൻ്റെ അവസ്ഥ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ വളരെ കഷ്ടങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കർത്താവിൻ്റെ രൂപത്തോട് അനുരൂപപ്പെട്ടവരായിട്ട് ആയിരിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇയ്യോബ് ഇങ്ങനെ പറയുകയുണ്ടായി. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യത്തിൽ, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നമ്മെ സംബന്ധിച്ചും കർത്താവ് നമ്മെ ഒന്ന് ശോധന കഴിച്ചാൽ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? നാം ഒന്ന് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവവചനം നമ്മെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് അവിടെ പറയുകയാണ്, വെള്ളയുടുപ്പ് വിലയ്ക്ക് വാങ്ങണം. അവിടെ പറയുകയാണ്, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങണം. വെള്ളയുടുപ്പ് ദൈവത്തിൻ്റെ നീതി പ്രവർത്തികളെ കുറിച്ചാണ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 61:10 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ നീതി, ആ നീതിയുടെ വസ്ത്രം നാം വിലയ്ക്ക് വാങ്ങേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവചനം 64:6 നമുക്ക് പരിചയമുള്ള വാക്യമാണ്, ഞങ്ങളുടെ പ്രവർത്തികളൊക്കെയും ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെയെന്ന് അവിടെ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടേതായ പ്രവർത്തികളല്ല, കർത്താവിൻ്റെ പ്രവർത്തികളാണ് നമ്മളിൽ വിളങ്ങേണ്ടത്. അതാണ് നാം കർത്താവിനോട് വിലയ്ക്ക് വാങ്ങണമെന്നാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ദൈവവചനം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. ദൈവവചനത്തിൽ കൂടെ നാം അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം. അതാണ് നമ്മെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. അപ്പോൾ പ്രായോഗിക വിശുദ്ധിയെയും നീതിയെയും ഈ വെള്ളവസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു. സങ്കീർത്തനം 96:9 നാം ഇങ്ങനെ വായിക്കുന്നു, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിനായിട്ട് ഒരുങ്ങി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. മൂന്നാമതായിട്ട് പറയുകയാണ്, കണ്ണിൽ എഴുതാൻ ലേപം.
ലവോദിക്ക സഭയെ സംബന്ധിച്ച് അവരുടെ കണ്ണ് ഇരുണ്ടിരിക്കുകയാണ്, അന്ധത ബാധിച്ചിരിക്കുകയാണ്. സ്വർഗീയ ദർശനം അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. അവർ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് അവരുടെ മുന്നിൽ ഇരിക്കുന്നത്. എഫേസ്യ ലേഖനം 1:17 ഇങ്ങനെ ഓർപ്പിക്കുന്ന പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. 2 പത്രോസ് 1:8-9 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായാൽ അവർ കുരുടനും ഹ്രസ്വദൃഷ്ടിയുള്ളവനും മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാണ്. ഇത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആത്മീയ അന്ധതയ്ക്കുള്ള പരിഹാര മാർഗമാണ് ഇവിടെ കർത്താവ് ഉപദേശിക്കുന്നത്. അവർക്ക് ആത്മീയ വിവേകം ഉണ്ടാകണം. കർത്താവ് ഇവിടെ ഉപദേശിക്കുകയാണ്, കണ്ണിൽ എഴുതാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങണം. പ്രിയ ദൈവജനമേ, നമ്മെ സംബന്ധിച്ചും കർത്താവ് ഇതാണ് ആഗ്രഹിക്കുന്നത്. ലവോദിക്ക സഭ ആത്മീയമായി സമ്പന്നനാകണമെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ വലിയൊരു വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം അത് തിരഞ്ഞെടുക്കേണ്ടത്, അത് ശരിയായ നിലയിൽ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ ഉപദേശം, ദൈവവചനം ഏതൊരു വിശ്വാസിയെയും ആത്മീകമായി ഉന്നമനത്തിലേക്ക് എത്തിച്ച് അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരണം. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അരുണോദയത്തിൽ അരുളിയിടുക നിൻ അരുമയം തിരുവചസിൻ മൊഴികൾ. ആനന്ദമേ, ആശ്വാസമേ, ആരമ്യമേ നിൻ വചനം. ആനന്ദമേ, ആശ്വാസമേ, ആരമ്യമേ നിൻ വചനം. പ്രഭാതകാലേ വന്നടിയൻ നിൻ പ്രഭാവത്തിൻ മുന്നിൽ വണങ്ങിടുന്നേ. പ്രഭോ സമ്പൂർണമായി സമർപ്പിക്കുന്നേ, നിൻ പ്രഭയാൽ എന്നെ നിറച്ചിടുകേ.